പച്ചപ്പുല്ലിന്റെ സുഗന്ധമുള്ള ചോരയും നീരും വറ്റാത്ത ആ പഴയ ക്രിക്കറ്റ് മൈതാനങ്ങൾ ഇന്നെവിടെയോ മറഞ്ഞുപോയിരിക്കുന്നു. ഒരു പന്തും ഒരു ബാറ്റും തമ്മിൽ, ഒരു ബൌളറും ഒരു ബാറ്റ്സ്മാനും തമ്മിൽ നെഞ്ചുരസി പോരാടിയിരുന്ന ആ പഴയ വന്യമായ ഭംഗി ഇന്ന് ഈ 22ാം നൂറ്റാണ്ടിന്റെ പകുതിയിലെത്തി നിൽക്കുന്ന IPL-ൽ ശ്വാസം മുട്ടിമരിക്കുകയാണ്. 2026 സീസണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുമൊരു റൺ വേട്ടയല്ല, മറിച്ച് കോടികൾ മറിയുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമിത അത്യാഗ്രഹം ക്രിക്കറ്റ് എന്ന വികാരത്തെ ജീവനോടെ കുഴിച്ചുമൂടുന്ന ക്രൂരമായ കാഴ്ചയാണ്. ഒരു കാലത്ത് സിക്സറുകൾ കാണുമ്പോൾ ഗാലറിയിൽ ഉയർന്ന ആവേശം ഇന്ന് വെറുമൊരു യന്ത്രക്കാഴ്ചയായി മാറിയെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ടെലിവിഷൻ റേറ്റിംഗുകളിൽ 26% വൻ ഇടിവ് രേഖപ്പെടുത്തിയ ഈ വർഷം IPL അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് അഭിമുഖീകരിക്കുന്നത്. ബൌളർമാരുടെ ചോരയും വിയർപ്പും ഒഴുക്കി കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിൽ ഇന്ന് അവരെ വെറും കാഴ്ചക്കാരാക്കി മാറ്റിയിരിക്കുന്നു. പിച്ചിന്റെ മുകളിൽ പുല്ലിന്റെ ഒരു അംശം പോലും ബാക്കി വയ്ക്കാതെ ഒരു ജീവനമില്ലാത്ത വെറും കോൺക്രീറ്റ് റോഡുകൾ പോലെയാണ് ഇന്ന് ഇന്ത്യയിലെ ഓരോ സ്റ്റേഡിയങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു ഫാസ്റ്റ് ബൌളർ ഓടി വന്ന് തന്റെ സർവ്വശക്തിയും എടുത്ത് പന്തെറിയുമ്പോൾ പിച്ചിൽ നിന്നും യാതൊരുവിധ സഹായവും ലഭിക്കാതെ ആ പന്ത് അതിർത്തികൾക്കപ്പുറത്തേക്ക് പറക്കുന്നത് കാണുമ്പോൾ ഏത് ക്രിക്കറ്റ് പ്രേമിയുടെ നെഞ്ചാണ് തകരാത്തത്? പന്തിനെ സ്വിംഗ് ചെയ്യിക്കാനോ സ്പിന്നർമാർക്ക് പന്ത് തിരിക്കാനോ ഉള്ള യാതൊരു അവസരവും നൽകാതെ ബാറ്റ്സ്മാൻമാർക്ക് കണ്ണും പൂട്ടി അടിച്ചു തകർക്കാൻ മാത്രമായി പിച്ചസ് നിർമ്മിക്കുന്നത് ക്രിക്കറ്റ് എന്ന കളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഇംപാക്ട് പ്ലെയർ നിയമത്തിന്റെ ആനുകൂല്യം കൂടി ചേരുമ്പോൾ ബൌളിംഗ് എന്നത് വെറും ഒരു ചടങ്ങായി മാറുകയും ബൌളർമാർ വെറും അടിമകളെപ്പോലെ മൈതാനത്ത് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് 200 റൺസ് എന്നത് ഒരു ടീമിന് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വൻ മലയായിരുന്നുവെങ്കിൽ ഇന്ന് 250 റൺസ് അടിച്ചാൽ പോലും അത് സുരക്ഷിതമല്ല എന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇത്തവണത്തെ പ്ലേ ഓഫ് മത്സരങ്ങളിൽ പോലും 250-ലധികം റൺസ് പിറക്കുമ്പോൾ അവിടെ ബൌളർമാരുടെ കഴിവല്ല, മറിച്ച് പിച്ചിന്റെ ജീവനില്ലായ്മയാണ് തെളിഞ്ഞു കാണുന്നത്. റൺസുകൾ ഒഴുകുമ്പോൾ താൽക്കാലികമായി കാണികൾക്ക് ആവേശം തോന്നാമെങ്കിലും കളിയിലെ യഥാർത്ഥ ആകാംക്ഷയും ത്രില്ലും ഇവിടെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഓരോ പന്തിലും സിക്സറുകൾ മാത്രം പിറക്കുമ്പോൾ ആ സിക്സറുകളുടെ മൂല്യം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. പഴയ കാലങ്ങളിൽ അവസാന ഓവറുകളിൽ ഒരു സിംഗിളിനും ഡബിളിനും വേണ്ടി പോരാടിയിരുന്ന, ശ്വാസം അടക്കിപ്പിടിച്ചു കണ്ടിരുന്ന ആ ക്ലാസിക് ത്രില്ലർ മത്സരങ്ങൾ ഇന്ന് IPL-ൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഈ ഏകപക്ഷീയമായ റൺവേട്ട കാണികളെ മടുപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഗാലറികളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും കാണുന്ന ഈ വലിയ ജനശൂന്യത. വെറുമൊരു ക്രിക്കറ്റ് ലീഗ് എന്നതിനപ്പുറം കോടിക്കണക്കിന് മനുഷ്യർ IPL-നെ നെഞ്ചിലേറ്റിയത് ചില മുഖങ്ങളെ ആരാധിച്ചുകൊണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ ഗാലറികളെ ഇളക്കിമറിച്ച കോടിക്കണക്കിന് ജനങ്ങളെ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ തളച്ചിട്ട ആ 3 സിംഹങ്ങളുടെ ഗർജനങ്ങൾ ഇന്ന് പതുക്കെ ശാന്തമാകുകയാണ്. ആ അസ്തമയം IPL എന്ന സാമ്രാജ്യത്തിന്റെ അടിത്തറ തന്നെയാണ് ഇളക്കുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന ആ രണ്ടക്ഷരം മൈതാനത്തുയരുമ്പോൾ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ സ്തംഭിച്ചു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ 2026 സീസണിൽ ആ നീലക്കണ്ണുകളിലെ പഴയ തീക്ഷ്ണതയും ഹെലികോപ്റ്റർ ഷോട്ടുകളുടെ ആ പഴയ വന്യതയും പതുക്കെ മാഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഓരോ ആരാധകന്റെയും നെഞ്ചു പിടയുകയാണ്. ധോണി എന്ന വികാരം ഇനി അധികകാലം ഈ മൈതാനത്തുണ്ടാകില്ലെന്ന കഠിനമായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ക്രിക്കറ്റ് ലോകത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. ആ 7ാം നമ്പർ ജേഴ്സി ഇല്ലാത്ത ഒരു IPL ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്ന് കാണികൾ ഈ ലീഗിൽ നിന്നും അകലാനുള്ള പ്രധാന കാരണം. മറുഭാഗത്ത് മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീടത്തിലേക്ക് നയിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ അവസ്ഥയും മറ്റൊന്നല്ല. കളിക്കളത്തിലെ തന്ത്രങ്ങൾ കൊണ്ടും ക്യാപ്റ്റൻസിയിലെ മാന്ത്രികത കൊണ്ടും മുംബൈ നഗരത്തെ ഭരിച്ച ആ നായകനെ വെറും ബിസിനസ് താൽപര്യങ്ങളുടെ പേരിൽ മാറ്റി നിർത്തിയപ്പോൾ മുതൽ IPL-ന്റെ ആത്മാവിന് വലിയൊരു മുറിവേറ്റിരുന്നു. ഇത്തവണത്തെ സീസണിൽ ബാറ്റേന്തുമ്പോൾ രോഹിത്തിന്റെ മുഖത്ത് കാണുന്ന ആ നിസ്സംഗതയും സങ്കടവും ഒരു കാലത്ത് അദ്ദേഹത്തെ ജീവനായി കണ്ടിരുന്ന കോടിക്കണക്കിന് ആരാധകരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. ഫ്രാഞ്ചൈസി മാനേജ്മെന്റുകളുടെ ക്രൂരമായ കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു കളിക്കാരന്റെ ആത്മവിശ്വാസത്തെയും ഒരു ലീഗിന്റെ ജനപ്രീതിയെയും നശിപ്പിക്കുന്നത് എന്നതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇന്ന് രോഹിത് ശർമ്മ. രോഹിത്തിന്റെ ആ പഴയ ചിരിയും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട മുംബൈ ടീമിനെ കാണുമ്പോൾ കാണികളിൽ പഴയ ആവേശം ഒട്ടും തന്നെ ഉണരുന്നില്ല എന്നത് ക്രൂരമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ഈ കൂട്ടത്തിലെ 3ാമത്തെ തൂണായ വിരാട് കോഹ്ലിയെ നോക്കൂ. ചോര തിളയ്ക്കുന്ന ആവേശം കൊണ്ട് ബാംഗ്ലൂരിന്റെ നെടുന്തൂണായി നിന്ന ആ റൺ മെഷീൻ ഇന്നും തന്റെ സർവ്വശക്തിയും എടുത്ത് പോരാടുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെ റൺസ് അടിച്ചു കൂട്ടിയാലും ഫ്രാഞ്ചൈസിയുടെ മോശം തന്ത്രങ്ങൾ കാരണം കിരീടം എപ്പോഴും കൈവിട്ടുപോകുന്ന ആ കാഴ്ച വിരാടിനെ പോലും മാനസികമായി പലപ്പോഴും തളർത്തിയിരുന്നു. ഒരു കിരീടത്തിനായി വർഷങ്ങളായി കാത്തിരുന്ന അദ്ദേഹത്തിന് 2025 ആകേണ്ടി വന്നു. അതിലേക്കെത്താൻ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ വിരാട്. 2025-ൽ RCB ജേതാക്കളായെങ്കിലും വർഷങ്ങൾ നയിച്ച കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ ആ സുവർണ്ണ കിരീടം നേടാനാകാതെ പോയത് ഇന്നും ആരാധകരുടെ ഉള്ളിൽ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ 3 മഹാമേരുക്കൾക്ക് ശേഷം IPL-നെ ഒരു വികാരമായി മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരൊറ്റ യുവതാരം പോലും ഇന്ന് ഇന്ത്യയിൽ വളർന്നുവരുന്നില്ല എന്നത് ഈ ലീഗിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. പുതിയ തലമുറയിലെ കളിക്കാർ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും കോടികളുടെ പരസ്യങ്ങൾക്കും പിന്നാലെ പായുമ്പോൾ
ധോണിയും രോഹിത്തും കോഹ്ലിയും ക്രിക്കറ്റിന് നൽകിയ ആ ശുദ്ധമായ പ്രണയവും ആത്മാർത്ഥതയും IPL-ൽ നിന്നും പതുക്കെ പടിയിറങ്ങുകയാണ്. പഴയ കാലങ്ങളിൽ IPL എന്നാൽ 2 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നുവെങ്കിൽ ഇന്ന് 2026 വർഷത്തിൽ അത് കാണികളുടെ ക്ഷമ പരീക്ഷിക്കുന്ന വെറുമൊരു അടിച്ചേൽപ്പിക്കലായി മാറിയിരിക്കുന്നു. മത്സരങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടിയും ടൂർണമെന്റിന്റെ ദൈർഘ്യം 3 മാസത്തിനടുത്തേക്ക് നീട്ടിയും ഫ്രാഞ്ചൈസികളും ബിസിനസ്സുകാരും തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാൻ നോക്കുമ്പോൾ യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമിക്ക് ഈ കളി പൂർണ്ണമായും മടുത്തു കഴിഞ്ഞു. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരേപോലെയുള്ള മത്സരങ്ങൾ, യാതൊരുവിധ തനിമയുമില്ലാത്ത റൺ വേട്ടകൾ എന്നിവ സ്ഥിരമായി കാണേണ്ടി വരുന്നത് കാണികളിൽ വലിയ തോതിലുള്ള വിരസതയാണ് ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ ഓരോ മത്സരത്തിനും ഉണ്ടായിരുന്ന ആ കാത്തിരിപ്പും ആകാംക്ഷയും ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അമിതമായാൽ അമൃതവും വിഷമെന്ന് പറയുന്നത് പോലെ ക്രിക്കറ്റിന്റെ ഈ അമിത അളവ് IPL എന്ന ബ്രാൻഡിന്റെ മൂല്യം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഈ സീസണിന്റെ ഏറ്റവും വലിയ ശാപം എന്നത് ടാർഗറ്റുകൾ ഡിഫെൻഡ് ചെയ്യുക അഥവാ പ്രതിരോധിക്കുക എന്നത് അസാധ്യമായി മാറിയെന്നതാണ്. ഒരു ടീം ആദ്യം ബാറ്റ് ചെയ്ത് 230 240 റൺസ് എടുത്താൽ പോലും കളി ജയിക്കുമെന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത അവസ്ഥ എത്രത്തോളം ലജ്ജാകരമാണ്. ബൌളർമാർ എത്ര നന്നായി പന്തെറിഞ്ഞാലും ചെറിയ ബൗണ്ടറികളും ബാറ്റർമാർക്ക് അനുകൂലമായ പിച്ചുകളും കാരണം ഏതു വലിയ സ്കോറും നിഷ്പ്രയാസം മറികടക്കപ്പെടുന്നു. ക്രിക്കറ്റ് എന്നാൽ ബാറ്റും പന്തും തമ്മിലുള്ള തുല്യമായ പോരാട്ടമായിരിക്കണം, അല്ലാതെ ഒരു വശത്ത് മാത്രം ആയുധങ്ങളുള്ള ഒരു യുദ്ധമാകരുത്. ടാർഗറ്റ് ഡിഫെൻഡ് ചെയ്ത് ജയിക്കുന്ന മത്സരങ്ങളിലെ ആ തന്ത്രപരമായ നീക്കങ്ങളും അവസാന ഓവറുകളിലെ സമ്മർദ്ദവും ഈ സീസണിൽ എവിടെയും കാണാനില്ല. ഇത് മത്സരങ്ങളുടെ നിലവാരത്തെ തറപറ്റിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ആവേശകരമായ സൂപ്പർ ഓവറുകളും അവസാന പന്തിൽ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞിരുന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളും 2026 സീസണിൽ വിരളമായി മാത്രമാണ് നമ്മൾ കണ്ടത്. അധികം വൈകാതെ തന്നെ ഈ ലീഗ് വെറുമൊരു വിനോദോപാധി മാത്രമായി മാറുമെന്നും കളിയുടെ അന്തസ്സും ഗൗരവവും പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നുമുള്ള മുൻകാല താരങ്ങളുടെ മുന്നറിയിപ്പുകൾ ഇപ്പോൾ സത്യമായി വരികയാണ്. കളിയിലെ കടുത്ത നെഗറ്റീവുകൾ കാണികൾ പരസ്യമായി ചർച്ച ചെയ്യുമ്പോഴും ഒരൊറ്റ ഫ്രാഞ്ചൈസി മാനേജ്മെന്റോ ക്രിക്കറ്റ് ബോർഡോ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്നത് കടുത്ത നിരാശയാണ് സമ്മാനിക്കുന്നത്. ആരാധകരുടെ വികാരങ്ങളെ ബഹുമാനിക്കാതെ വെറും പണക്കൊയ്ത്ത് മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ടു പോയാൽ ഈ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ തകർച്ച ദൂരെയല്ല എന്ന് ഈ സീസൺ അടിവരയിടുന്നു. ഈ പോക്ക് എങ്ങോട്ടേക്കാണ് എന്ന് ഓരോ യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമിയും നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ജീവനായി സ്നേഹിച്ച കളി അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് വെറുമൊരു കച്ചവടച്ചരക്കായി മാറുന്ന കാഴ്ചയാണ് ഭാവിയെ ഇരുളടച്ചതാക്കുന്നത്. കോടികളുടെ തിളക്കത്തിലും പരസ്യങ്ങളുടെ ആർഭാടത്തിലും IPL അധികൃതർ അഭിരമിക്കുമ്പോൾ സാധാരണക്കാരായ കാണികൾ നിശബ്ദമായി ഈ ലീഗിൽ നിന്നും പടിയിറങ്ങുകയാണ്. ക്രിക്കറ്റിനെ ഒരു കച്ചവടമായി മാത്രം കാണുന്ന പുതിയ കാലത്തെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് കാണികളുടെ പോക്കറ്റിലെ പണത്തെക്കുറിച്ച് മാത്രമാണ്, അവരുടെ വികാരങ്ങളെക്കുറിച്ചല്ല എന്ന കൈപ്പേറിയ സത്യം ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രോഹിത്തും വിരാടും ധോണിയും ഒഴിഞ്ഞുപോകുന്ന ആ കസേരകളിലേക്ക് നോക്കാൻ പോലും ഇന്ന് ആളുകൾ ഭയപ്പെടുന്നു. കാരണം ആ വലിയ ശൂന്യത നികത്താൻ പോകുന്ന ഒരൊറ്റ താരം പോലും ഇന്ന് ഭാരതീയ ക്രിക്കറ്റിൽ ഉയർന്നു വരുന്നില്ല. പണവും പ്രശസ്തിയും കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വന്നു ചേരുമ്പോൾ രാജ്യത്തിനു വേണ്ടി കളിക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം വ്യക്തിഗത നേട്ടങ്ങൾക്ക് പിന്നാലെ പായുന്ന യുവതലമുറയെയാണ് നമ്മൾ കാണുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഗാംഭീര്യവും ഏകദിന മത്സരങ്ങളുടെ തന്ത്രങ്ങളും മറന്ന് വെറും 20 ഓവറുകളുടെ വിനോദത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ തകരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മഹത്തായ പാരമ്പര്യം കൂടിയാണ്. ഈ പോക്ക് തുടർന്നാൽ വരും വർഷങ്ങളിൽ IPL എന്നത് കാണാനാളില്ലാത്ത വെറും സ്പോൺസർമാരുടെ ഒത്തുകൂടൽ മാത്രമായി മാറുന്ന ഒരു കറുത്ത നാളെയെ നമ്മൾ കാണേണ്ടി വരും. ക്രിക്കറ്റ് എന്നത് നമുക്ക് വെറും ഒരു കളിയായിരുന്നില്ല, അതൊരു പ്രാർത്ഥനയായിരുന്നു, ഒരു വികാരമായിരുന്നു. ഒരുമിച്ചിരുന്ന് കരഞ്ഞും ചിരിച്ചും നമ്മൾ ആഘോഷിച്ച ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ആ ശുദ്ധമായ വികാരത്തെ കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭക്കുതിക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന ശക്തമായ പ്രഖ്യാപനമാണ് ഇന്ന് ഓരോ കാണിയും കളിയിൽ നിന്നും അകലുന്നതിലൂടെ കാണിക്കുന്നത്. നഷ്ടപ്പെട്ടുപോയ ആ പഴയ വന്യമായ പോരാട്ടവീര്യവും ബൌളർമാരുടെ ആത്മവിശ്വാസവും ഇതിഹാസങ്ങളുടെ ആത്മാർത്ഥതയും തിരികെ വരാത്ത കാലത്തോളം ഈ ലീഗിന് ഇനി നിലനിൽപ്പില്ല. നമുക്ക് വേണ്ടത് റൺസുകൾ ഒഴുകുന്ന കോൺക്രീറ്റ് റോഡുകളല്ല, മറിച്ച് ചോരയും നീരും വറ്റാത്ത യഥാർത്ഥ പോരാട്ടവീര്യമുള്ള കളിത്തട്ടുകളാണ്. ആ പഴയ ആവേശം തിരികെ വരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. IPL-ന്റെ ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച്, ബൌളർമാരെ അവഗണിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലെയുള്ള കൂടുതൽ ആഴത്തിലുള്ള ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.